ഹലോ, എല്ലാവർക്കും ഒരു ബിഗ് ഹായ്. നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഈ പ്രകൃതി ഭംഗിയൊക്കെ കണ്ടിട്ട് സ്ഥലം ഏതാ നിങ്ങൾക്ക് പിടിയിട്ടിയാൽ കമൻറ്റ് ചെയ്യണേ. അപ്പം ഞങ്ങൾ ഇന്ന് ഫാമിലി ആയിട്ട് ചെറിയൊരു ട്രിപ്പ് വന്ന വിശേഷങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ ഇന്ന് ഒരൊറ്റ ലക്ഷ്യം വെച്ചിട്ടാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. വാഗമൺ ഗ്ലാസ് ബ്രിഡ്ജ് കയറണം. ഞങ്ങൾ ഇതുവരെ ആരും പോയിട്ടില്ല. അപ്പം ടിക്കറ്റ് 250 രൂപയാണ് ഒരാൾക്ക് വരുന്നത്. ഞങ്ങളൊരു 3 മണിക്കൊക്കെ എത്തിയതുകൊണ്ട് അധികം ക്യൂവിലൊന്നും വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല. തിരക്ക് കുറവായിരുന്നു. പിന്നെ ബ്രിഡ്ജിൻ്റെ അകത്ത് നമുക്ക് ചെരുപ്പ് അലൗഡല്ല, അത് പുറത്ത് ഇടേണ്ടി വരും. എൻ്റെ ക്യൂവിലെ ഫസ്റ്റ് ആൾ ഞാനായതുകൊണ്ട് ഫ്രണ്ടിൽ ആരുമില്ല. എനിക്ക് നല്ല അടിപൊളിയായിട്ട് വീഡിയോ എടുക്കാനായിട്ട് പറ്റി. കിഡിലൻ വ്യൂ ആണ്, ഒരു രക്ഷയില്ല. നല്ല രസമാണ്, നല്ല തണുപ്പും നല്ല കാറ്റുമാണ്. അതുകൊണ്ട് കൈക്കുഞ്ഞുങ്ങളെയൊന്നും ഇതിനകത്തേക്ക് കയറ്റത്തില്ല. നടത്തിക്കൊണ്ട് പോകുന്ന കുട്ടികളെ മാത്രമേ അവർ സമ്മതിക്കത്തുള്ളൂ. ഇതിൻ്റെ താഴോട്ട് നോക്കാൻ ആദ്യമൊന്നും നമുക്ക് ധൈര്യം വരത്തില്ല, പക്ഷെ നോക്കി നോക്കി നമുക്ക് ആ പേടി അങ്ങ് മാറും കേട്ടോ. ഇതിൽ നമുക്ക് ആകെ 6 മിനിറ്റ് അലൗഡ് ഉള്ളൂ. അപ്പോൾ ആ സമയം കൊണ്ട് മാക്സിമം ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് ഞങ്ങളിങ്ങനെ നോക്കുമായിരുന്നു. വാഗമണ്ണ് ഞങ്ങൾ പോയപ്പം പൊതുവേ ചൂടായിരുന്നു, അത്ര സുഖമുള്ളൊരു ക്ലൈമറ്റ് അല്ല. പക്ഷേ ഇതിൻ്റെ മേളിൽ നിന്നപ്പോൾ നല്ല തണുപ്പും കാറ്റും ഒക്കെ ഉണ്ടായിരുന്നു. കറക്റ്റ് 6 മിനിറ്റ് ആകുമ്പം അവർ വിസിലടിക്കും. അപ്പം നമ്മൾ പതുക്കെ ഇറങ്ങണം. ഇവിടെ ഇങ്ങനെ അഡ്വെഞ്ചർ പാർക്ക് എന്ന് പറഞ്ഞിട്ട് തന്നെ ഒരു സോണുണ്ട്. അവിടെ ഈ പാരാഗ്ലൈഡിങ്, കയാക്കിങ്, അങ്ങനെ ഒത്തിരി ആക്ടിവിറ്റീസ് ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ആ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് വന്ന് ഒരു ചായ കുടിക്കാമെന്നൊക്കെ വിചാരിച്ചു. അപ്പം സ്നാക്സ് ചോദിച്ചപ്പോൾ ഇവിടെ ഒന്നുമില്ല, ചായ മാത്രമേ ഉള്ളതെന്ന് പറഞ്ഞു. മെഷീൻ ചായ ആയിരുന്നു, ഒരു ഏലക്കാടെ ഫ്ലേവറൊക്കെ ഉള്ളൊരു ചായ, നല്ല രസമുണ്ടായിരുന്നു. അതിന് തൊട്ടടുത്ത് തന്നെ ഒരു ടോയ് ഷോപ്പ് കണ്ടു, പക്ഷെ ഒന്നും ഇഷ്ടമായില്ല, അതുകൊണ്ടൊന്നും വാങ്ങിയില്ല. പിന്നെ ഞങ്ങൾ അവിടുന്ന് തിരിച്ചു പോകുന്ന വഴിക്ക് നല്ല അടിപൊളി മുളക് ബജി കിട്ടുന്ന ഒരു കട കണ്ടു. ഞങ്ങൾ പിന്നെ അവിടെ നിർത്തി. അങ്ങനെ കുറേ മുളക് ബജിയും ഓംലെറ്റും ചായയും ഒക്കെ കഴിച്ചു. ചൂടോടായതുകൊണ്ട് നല്ല കിടിലൻ മുളക് ബജിയായിരുന്നു. ഞാൻ ആലോചിക്കായിരുന്നു, നമ്മൾ എത്രയൊക്കെ വീട്ടിലുണ്ടാക്കിയാലും ഈ ഓംലെറ്റിൻ്റെ ഒന്നും ടേസ്റ്റ് വരാത്ത എന്താണോ എന്തോ അല്ലേ. അപ്പം ഞങ്ങളുടെ കുഞ്ഞു ട്രിപ്പിൻ്റെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു സോ മച്ച്.